നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്രപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ചേരമാൻ പെരുമാൾ, കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ തിരുവഞ്ചൈക്കുളം ക്ഷേത്രത്തിൽ വെച്ച് കൈലാസത്തിൽ പോയ ചേരമാൻ പെരുമാൾ തിരിച്ച് വന്നില്ല. അതുകൊണ്ട് ഈ ചേരമാൻ പെരുമാളുടെ ട്രഡീഷൻ അങ്ങേരുടെ ലാസ്റ്റായിരുന്നു. അങ്ങേരുടെ കൊട്ടാരവും ഇപ്പോൾ അത് ഒരു ഡാമേജ്ഡ് കണ്ടീഷനിലുണ്ട്. അങ്ങേര് ക്ഷേത്രത്തിൽ നടരാജരെ വെച്ച് കുമ്പിട്ട അറത്താളി ക്ഷേത്രമാണ് ഇപ്പോൾ ഒരു ചേരമാൻ മസ്ജിദ് എന്ന് അറിയപ്പെടുന്നത്. അവിടെ വച്ചിരുന്ന ചേരമാൻ പെരുമാൾ വഴിപ്പെട്ട നടരാജർ വിഗ്രഹം എവിടെ നിന്നുള്ളത് നമ്മൾ ട്രേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തമിഴ്നാടായിരുന്നു. ചേരമാൻ പെരുമാളുടെ പീരീഡ് തമിഴാണ് എല്ലാവരും കേരളത്തിൽ സംസാരിച്ചത്. ചേരനാട് എന്നുള്ളതിലാണ് മരിച്ചത്. പാണ്ഡ്യ നാട് എന്ന് വെച്ചാൽ മധുര ടു പണകുടി, ചോളനാട് എന്ന് വെച്ചാൽ തഞ്ചാവൂർ ബെൽറ്റ്, കൊങ്ക് നാട് എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ, ഈരോട്, ഇതൊക്കെ കൊങ്ക് ചേരനാട്. അത് മലയാള കിങ്സ് തന്നെ അവിടെയൊക്കെ റൂളിങ് ചെയ്തത്. അതേമാതിരി ചേരനാട് അതിൻ്റെ ക്യാപിറ്റലായിട്ട് കൊടുങ്ങല്ലൂർ എന്നായിരുന്നത്. അതിൽ തമിഴ്നാട്ടിൽ അപ്പോൾ മഹോദയപുരം എന്ന് പേര്. അപ്പോൾ ട്രേഡ് നാച്ചുറൽ പോർട്ടാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ ഇത് അറബ് കൺട്രീസിൽ നിന്ന് ഗ്രാമ്പ്, കുരുമുളകൊക്കെ വാങ്ങാൻ വേണ്ടി വന്നവർ അവിടെ താമസിക്കാനും പ്രെയർ ചെയ്യാനുള്ള ഈ രാജാവിൻ്റെ ശേഷം ഇത് യൂസ് ചെയ്യാതെ ഇരുന്നപ്പോൾ അതിനവർ കൈപ്പെടുത്തി അത് മസ്ജിദ് മാതിരി അനൗൺസ് ചെയ്യുന്നത്. അതേ സെറ്റപ്പിലുണ്ട്. ചേരമാൻ പെരുമാൾ യൂസ് ചെയ്ത വാള്, വിളക്ക് എല്ലാം ഉണ്ട്. നടരാജർ ചിലയും തേടിയെടുക്കണം. അപ്പോൾ ചേരമാൻ പെരുമാൾ 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇത് പൊൻവണ്ണത്ത് അന്താതി എന്നൊരു ബുക്ക്. അന്താതി എന്ന് പറഞ്ഞാൽ എൻഡിങ് വേർഡ് ബിക്കംസ് ദി സ്റ്റാർട്ടിങ് വേർഡ് ഓഫ് ദി നെക്സ്റ്റ് പോയം. അതാണ് അന്താതി. തമിഴിലുള്ള ഒരു മെത്തേഡ് അതിൽ എഴുതിയിരിക്കുകയാണ്. അടുത്തത് തിരുവാറൂർ മുമ്മണി കോവൈ എന്ന് തമിഴ്നാട്ടിൽ തിരുവാറൂർ ശിവക്ഷേത്രത്തിനെ കുറിച്ച് പാടിയുള്ള പാട്ട്. പിന്നെ തിരുക്കൈലായ ജ്ഞാനഉല. തിരുക്കൈലാസത്തിന് കൊടുങ്ങല്ലൂരിൽ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവഞ്ചിക്കുളം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അവിടെ നിന്ന് ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നായനാരും കൈലാസത്തിന് പോയി. അവിടെ കൈലാസത്ത് വെച്ച് എഴുതിയ പാട്ടാണ് തിരുക്കൈലായ ജ്ഞാനഉല. അതിനെ കൈലാസത്തു നിന്ന് ഇങ്ങോട്ട് ഈ തിരുവഞ്ചൈക്കുളം ക്ഷേത്രത്തിന് കൊടുത്തയച്ചു. അങ്ങനെ ചേരമാൻ പെരുമാളുടെ കൃതികൾ 3 ഉണ്ട്. അത് മലയാളത്തിൽ ഇന്നും തർജിമ ആയിട്ടില്ല. കേരളത്തിൽ 108 ശിവക്ഷേത്രങ്ങളുണ്ട്, പരശുരാമർ പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രങ്ങൾ. ബട്ട് ശിവനെക്കുറിച്ച് സിദ്ധന്മാർ എഴുതിയത് കേരളത്തിൽ കുറവാണ്. കേരളത്തിൽ ശിവനുடைய പേരിലുള്ള സിദ്ധர்கள் 63 പേരിൽ 2 പേര് കേരളത്തുകാരാണ്. ഒന്ന് ഈ ചേരമാൻ പെരുമാൾ, ഒന്ന് വിറൻമിണ്ട നായനാർ. അതേമാതിരി അവർ എഴുതിയ പുസ്തകങ്ങൾ അതിൽ ചേരമാൻ പെരുമാൾ എഴുതിയ തമിഴിൽ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ ഇനി കൊണ്ടുവരണം. അതിൽ താല്പര്യമുള്ളവർ എൻ്റെ കോൺടാക്ട് ചെയ്യുക. അതിനെ കുറച്ചായിട്ട് മലയാളത്തിൽ കൊണ്ടുവരാം. ശിവനെക്കുറിച്ച് പാടിയ പാട്ടാണ്. അതിൽ ഒരു പാട്ട് ഇപ്പം നമ്മൾ പഠിക്കുന്നു. പൊൻവണ്ണം യൗവണ്ണം അവണ്ണം മേനി പൊലിന്തിലങ്കും. ശിവൻ്റെ ദേഹം ഗോൾഡൻ കളറിൽ തിളങ്ങുന്നതാണ്. പൊൻവണ്ണം, തീവണ്ണം, ഇങ്ങനെയാണ് ഈ ശിവൻ്റെ ദേഹത്തെക്കുറിച്ച് ശിവൻ അടിയാറുകൾ, ശിവഭക്തന്മാർ, ശിവസിദ്ധന്മാർ വിവരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചേരമാൻ പെരുമാളും പാടുന്നത്. പൊൻവണ്ണം യൗവണ്ണം, ഗോൾഡ് ഷൈനിങ് ആയിരിക്കുന്ന ദേഹം, അത് ഉള്ള പാടുന്നത്. മെൻവണ്ണം യൗവണ്ണം ഔവണ്ണം വീഴ്ചടൈ വെള്ളിക്കുന്றம். അങ്ങരുടെ തിരുച്ചടകളെല്ലാം ലൈറ്റ്നിങ് മാതിരി. മിൻവണ്ണം എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്, അതേമാതിരിയാണ് ഇരിക്കുന്നത്. അത് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ശിവൻ്റെ തിരുച്ചടകൾ ഇൻഫിനിറ്റാണ്. അത് കുന്നുമാതിരി ഇരിക്കുന്നു ശിവൻ. അതായത് കുന്നുമാതിരി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതായത് ജടാമകുടം. ഇത് ശിവൻ്റെ ജടകൾ ജടാമകുടം. അങ്ങേര് തലയെ പിരിച്ചിട്ടിട്ട് ഇരിക്കുന്ന ഉദാഹരണം അമർനാഥിൽ ധ്യാനം ചെയ്യുമ്പോൾ തലയെ പിരിച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത്. അതേമാതിരി എടുത്ത് ഇങ്ങനെ കെട്ടിയാൽ അത് ഒരു കുന്നുമാതിരി
വളരും, വന്ന് കാണാൻ പറ്റും. അതിനാണ് അത് വീൽ ചടൈ വെള്ളി കുഞ്ചം എന്ന് വെച്ചാൽ വീൽ ചടൈ. ആ ചടയെടുത്ത് മകുടമായിട്ട് കെട്ടിയാൽ അതിൽ പനി, അങ്ങേര് ശിവപെരുമാൻ കൈലാസത്തും ഹിമാലയത്തിൽ ഇരിക്കുന്നത് പനി ചടയിൽ വന്ന് പടിയും. അപ്പോൾ അതിൽ വന്ന് പനി വന്ന് സ്നോ ക്ലാഡ് മൗണ്ടൻസ് എങ്ങനെ ഇരിക്കുമോ അതേമാതിരി കാണുന്നുണ്ടെന്ന്. ശിവൻ്റെ ജടാമകുടം വന്ന് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ സ്നോ ക്ലാഡ് മൗണ്ടൻ മാതിരി ഇരിക്കുന്നു. അങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ തൻവണ്ണം യൗവണ്ണം അവണ്ണം മാൽവിടൈ തന്നെ കണ്ട്, അതിൻ്റെ ഉള്ള അത് കാളയും വെള്ള കളറിലാണ് ഇരിക്കുന്നത്. ശിവൻ്റെ വാഹനമായിട്ട് ഉള്ള കാള, അത് വന്ന് നന്ദീശ്വരനാണ് ആ കാള വാഹനമായിരിക്കുന്നത്. നന്ദീശ്വരർ വന്ന് ശിവൻ്റെ വാഹനമായിട്ടിരിക്കുന്നു. അതും നവ്വർണ്ണം തന്നെ, വെള്ളി കുന്നമാരിയും ഇരിക്കുന്നത്, വൈറ്റ് കളർ. സ്നേ ക്ലാഡ് മൗണ്ടൻ മാതിരിയാണ് അങ്ങയുടെ വാഹനം ഇരിക്കുന്നത്. മാൽവിടൈ തന്നെ കണ്ട്, അതിൽ വന്ന് ആ കാളയായിരിക്കുന്നത് മഹാവിഷ്ണു തന്നെ ആ വാഹനമായിരിക്കുന്നതെന്നുള്ള ഒരു ഇതാണ് ശൈവ ഇതിലുള്ളത്. അപ്പോൾ ശിവൻ്റെ വാഹനമായിരിക്കുന്നതും വെള്ള കളറിലാണ്. എൻവണ്ണം അവണ്ണം ആയ ഈശനുക്ക്. ഇങ്ങേരെ ദേഹവും പൊൻദേഹമായി. ചേരമാൻ പെരുമാളും ഗോൾഡൻ കളറിലായി അങ്ങേരുടെ ദേഹം. അപ്പോൾ ശിവൻ്റെ ദേഹം മാതിരി ചേരമാൻ പെരുമാളുടെ സ്വന്തം ദേഹവും ഫിസിക്കൽ ബോഡിയും ഗോൾഡൻ കളറിൽ ആയി എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങയുടെ ദേഹവും അതുപോലെ. ഏതാവത് ശൈവ സിദ്ധാന്തത്തിൽ ശിവയോഗികൾ സിദ്ധர்களായിട്ട് മാറുമ്പോൾ അവരുടെ ദേഹവും ദേഹം ഗോൾഡൻ ദേഹമായി മാറും. പ്രണവദേഹം, ഓംകാരദേഹം, ഇങ്ങനെ ദേഹങ്ങൾ പല സൈസിൽ മാറി ഒടുവിൽ അവർ കാണാതെ പോകാൻ പറ്റും. അതാണ് ചേരമാൻ പെരുമാൾക്കും സംഭവിച്ചത്. അങ്ങേര് സിദ്ധനായിരുന്നു, നടരാജനെ വഴിവിട്ട സിദ്ധനായിരുന്നു. രാജാവായിരുന്നാലും അങ്ങേര് സിദ്ധനായിരിക്കാൻ പറ്റി. ഡിറ്റാച്ച്മെൻറ്റ്. ജനകർ എങ്ങനെ രാജാവായിരുന്നിട്ട് പക്ഷേ ജനഹാദി ഋഷികളിൽ ഒരാളായിരുന്നു, അതേമാതിരി ചേരമാൻ പെരുമാളും രാജാവായിട്ട് ഇരുന്നവർ തന്നെ സിദ്ധനായിരിക്കാൻ പറ്റി. അങ്ങനെ സിദ്ധനായിരുന്ന അങ്ങേർക്ക് മുക്തിയും കിട്ടി. അതുകൊണ്ട് ആ മുക്തി കിട്ടിയ സിദ്ധൻ്റെ എഴുത്തുക്കൾ അത് വന്ന് മലയാളത്തിൽ കൊണ്ടുവരുന്നതാണ്. തമിഴിൽ ഇങ്ങനെ വലിയ പുസ്തകമായിട്ടുണ്ട്. അത് മലയാളത്തിലും കൊണ്ടുവരണം. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.